പറ്റാത്തതായിട്ട് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള അവസരം തരുന്നുണ്ട്. അതിന് ഗൂഗിളിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ റിസൾട്ട് വരും. അതിൽ എംപ്ലോയ്മെൻറ്റ് കേരള എന്ന് പറഞ്ഞ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ താഴെ ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരും. അതിൽ രണ്ടാമത്തത് ഓൺലൈൻ റിന്യൂവൽ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സ്പെഷ്യൽ റിന്യൂവൽ ആണെങ്കിൽ സ്പെഷ്യൽ റിന്യൂവൽ ഉണ്ട്. പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉള്ളതാണെങ്കിൽ അതിന് 3 ഓപ്ഷൻസ് ആയിട്ട് കാണാം. അതിൽ നമുക്ക് ഓൺലൈൻ റിന്യൂവൽ എടുക്കാം. അപ്പം പുതിയ ഫോം ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഡിസ്ട്രിക്റ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ഡിസ്ട്രിക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് കുറേ കാണാം. അതിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. ദെൻ എക്സ്ചേഞ്ച്, നമ്മുടെ എക്സ്ചേഞ്ച് ഏതാണ് അത് സെലക്ട് ചെയ്യാം. കോഴിക്കോട്, വടകര, കൊയിലാണ്ടി ഒക്കെ ഉണ്ട്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള ആളാണെങ്കിൽ അതിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പിന്നെ രജിസ്ട്രേഷൻ നമ്പറാണ്, അത് നമ്മുടെ കാർഡിലുണ്ടാവും. ഈ ഫോർമാറ്റിലാണ് അതുണ്ടാവുക. അതിൽ രജിസ്ട്രേഷൻ നമ്പർ നോക്കിയിട്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്തിന് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇയറും മന്തും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ. പിന്നെ ക്യാപ്ച ടൈപ്പിംഗ് ആണ്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ റിന്യൂ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ച മാറും. ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലായതാണെങ്കിൽ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ താഴെ 2 ബട്ടൺസ് കാണാം, റീസെറ്റും ഗെറ്റ് ഡീറ്റെയിൽസും. ഗെറ്റ് ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഫോം ഓപ്പൺ ആയിട്ട് വരും. അതല്ല നമ്മൾ എൻ്റർ ചെയ്ത് ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഫോം പിന്നെ റീസെറ്റ് ആയിക്കോളും. അതിൽ നമുക്കൊന്നുകൂടി സെലക്ട് ചെയ്യാൻ പറ്റും.